മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പുകാലം ആദ്യ ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. മരുഭൂമിയിലെ പരീക്ഷ. മരുഭൂമി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ നാം കാണുന്ന ഒരു പ്രതീകമാണ്. പഴയ ഇസ്രായേൽ ജനത്തിൻ്റെ പരീക്ഷയുടെയും പതനത്തിൻ്റെയും പ്രതീകമാണ് മരുഭൂമി. പുതിയ ഇസ്രായേലായ യേശുവും മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. മരുഭൂമിയിലെ പരീക്ഷയിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടുവെങ്കിൽ യേശുനാഥൻ വിജയശ്രീലാളിതനായി മുന്നോട്ടേക്ക് പോവുകയാണ്. നാം ഓരോരുത്തരും ഈ പരീക്ഷയിലൂടെ വിജയം വരിച്ച് യേശുവിലേക്ക് എത്തിച്ചേരാനായിട്ട് കടപ്പെട്ടവർ. നാളെ മുതൽ നോമ്പ് ആരംഭിക്കും. വിശുദ്ധ ഭസ്മം നെറ്റിയിൽ ചാർത്തി കുരിശുമാല കഴുത്തിലണിഞ്ഞ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴികളിലൂടെ മിശിഹായുടെ പീഡാനുഭവ ധ്യാനം നടത്തി ആത്മവിശുദ്ധീകരണത്തിനായി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. ഇന്ന് നോമ്പിൻ്റെ പ്രസക്തി കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് നോമ്പെടുക്കുന്നത്, എന്തിനാണ് ഉപവസിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം നൽകിയ ഭക്ഷണ സാധനങ്ങൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗം. ദൈവപുത്രനായ യേശുനാഥൻ ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ തീർത്തും ബലഹീനരും പാപികളുമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാത്മവിശുദ്ധി പ്രാപിക്കണമെങ്കിൽ ഈ നോമ്പും ഉപവാസവും അത്യാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിച്ചു വരുവിൻ എന്ന്. ഈ തിരിച്ചുവരവിനുള്ള കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്നത് നാം മറക്കരുത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ നോമ്പുകാലത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, അനുതപിക്കാൻ നാം തയ്യാറാകുക. വന്നുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക. ആത്മാർത്ഥമായി അനുതപിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം വേണം. പലരും നമ്മോട് നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പാപബോധമില്ലായ്മയാണ്. ആത്മശോധനയിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി, നമ്മുടെ പാപാവസ്ഥയെ നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായി അനുതപിക്കാൻ കഴിയും. യേശുനാഥൻ തന്നെ പറയുന്നുണ്ടല്ലോ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഈ അനുതാപം. രണ്ടാമത്തേത് പരിഹാര പ്രവർത്തികൾ. പാപം ചെയ്തിട്ടുണ്ട്, പാപിയാണ് എന്ന ബോധ്യം പരിഹാര പ്രവർത്തികളിലേക്ക്, പരിഹാരം ചെയ്യുന്നതിലേക്ക് നമ്മെ നയിക്കും. എന്താണ് നാം ചെയ്യേണ്ട പരിഹാരം? നോമ്പെടുക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇതെല്ലാം നമ്മുടെ പാപങ്ങൾക്ക് നാം നൽകുന്ന പരിഹാരങ്ങളാണ്. അനുതപിച്ച് ആ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നാം ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുണ്യപ്രവർത്തികളാണ്. ഒരു തെറ്റ് നാം ചെയ്യുമ്പോൾ ആ തെറ്റിന് നാം പരിഹാരം ചെയ്താലും അതിൻ്റെ പാപക്കറകൾ നമ്മിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെങ്കിൽ അതിന് തത്തുല്യമായ പുണ്യപ്രവർത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഒരു വസ്തു ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്താൽ അത് തിരിച്ചു കൊടുക്കുന്നതിലൂടെ അതൊരു പരിഹാരമാണ്. പക്ഷേ അത് പുണ്യപ്രവൃത്തിയാകണമെങ്കിൽ സക്കേവൂസിനെ പോലെ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി അത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ സക്കേവൂസിനെ പോലെ അധികമായി ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോഴാണ് അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുന്നത്. ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പരിഹാര പ്രവൃത്തികളിലൂടെയും
പുണ്യപ്രവൃത്തികളിലൂടെയും ഒരാത്മവിശുദ്ധീകരണം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവഴി കുരിശിൽ മരിച്ച് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വന്ന യേശുവിനോടൊപ്പം സ്വർഗീയ മഹത്വം അനുഭവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.